+2 ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ചോദിക്കാൻ സാധ്യതയുള്ള ഫസ്റ്റ് ടൈം എക്സാമിനും ഫൈനൽ എക്സാമിനും ചോദിക്കാൻ സാധ്യതയുള്ളൊരു പ്രോബ്ലം ആണ് ഇലക്ട്രോ കെമിസ്ട്രിയിൽ നിന്നും. റൈറ്റ് ദ ഹാഫ് സെൽ റിയാക്ഷൻ ആൻഡ് നെറ്റ് സെൽ റിയാക്ഷൻ കറസ്പോണ്ടിങ് ടു ഈച്ച് ഓഫ് ദ ഫോളോയിങ് ഗാൽവനിക് സെല്ല്. ഓക്കെ, അതായത് ഇലക്ട്രോ കെമിസ്ട്രിയിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കുന്ന ഫസ്റ്റ് പോർഷനിൽ പഠിക്കുന്ന സാധനമാണ് ഗാൽവനിക് സെൽ എന്ന് പറയുന്നത്. ആ ഗാൽവനിക് സെല്ലിലെ ആദ്യത്തെ പാർട്ടാണ് ഹാഫ് സെൽ റിയാക്ഷൻ. ഹാഫ് സെൽ റിയാക്ഷൻ എഴുതുക, അതിനുശേഷം നെറ്റ് സെൽ റിയാക്ഷൻ എഴുതുക. ഈ രണ്ട് റിയാക്ഷനും എഴുതാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ 2 മാർക്കാണ് കിട്ടുന്നത്. ഇതുപോലെ ഒരു സെറ്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, എക്സാമിന് ചോദിക്കുന്നത്. അതിനകത്ത് ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് ആദ്യത്തേത് എടുത്ത് ഞാനൊന്ന് കാണിച്ചു തരാം. ഓക്കെ, സിങ്ക് 2+. അതായത് നമുക്ക് ഈ റിയാക്ഷൻ കാണിച്ചിരിക്കുന്നത് കണ്ടോ, ഒരു ഡബിൾ ലൈൻ വരച്ചിരിക്കുന്നുണ്ടോ? അതെന്തിനെ സൂചിപ്പിക്കുന്നത്? സാൾട്ട് ബ്രിഡ്ജിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ നോക്കിയേ, ഇവിടെ 2 റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. ഇത് ഒരു ഹാഫ് സെല്ലാണ്, ഇതൊരു ഹാഫ് സെല്ലാണ്. അങ്ങനെ 2 ഹാഫ് സെല്ലും കൂടെ ചേരുമ്പോൾ ഒരു ഫുൾ സെല്ലായി. അപ്പം ഇവിടെ ആദ്യം കാണിച്ചിരിക്കുന്ന എന്താണ്? ഓക്സിഡേഷൻ പാർട്ടാണ്. ഇതേതാണ്? ഓക്സിഡേഷൻ ഹാഫ് സെല്ല്. ഇതോ റിഡക്ഷൻ ഹാഫ് സെല്ല്. അങ്ങനെ 2 ഹാഫ് സെല്ലുകൾ ചേർന്ന് കഴിഞ്ഞാൽ റിഡോക്സ് റിയാക്ഷനായി. റിഡക്ഷനും ഓക്സിഡേഷനും ചേർന്ന് റിഡോക്സ് റിയാക്ഷനായി. അപ്പൊ നോക്കിയേ, സിങ്ക് എന്തായിട്ട് മാറും? സിങ്ക് 2+ ആയിട്ട് മാറും. എങ്ങനെയാ മക്കളെ സിങ്ക് 2+ ആയിട്ട് മാറുന്നത്? വെറുതെ ഇരുന്ന സിങ്കിന്റെ ആറ്റം ഉണ്ടല്ലോ, 2 ഇലക്ട്രോണിനെ അങ്ങ് റിലീസ് ചെയ്യും. 2 ഇലക്ട്രോണിനെ റിലീസ് ചെയ്തുകൊണ്ട് അത് എന്തായിട്ട് മാറും? സിങ്ക് 2+ ആയിട്ട് മാറും. ആ റിലീസ് ചെയ്ത 2 ഇലക്ട്രോൺ ദേ കിടക്കുന്നു. ഇതാണ് എന്തെന്ന് പറയുന്നത്? ഓക്സിഡേഷൻ ഹാഫ് എന്ന് പറയുന്നത്. ഓക്സിഡേഷൻ ഹാഫ്. ഇനി നമുക്ക് അപ്പൊ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യന്റെ ഒരു പാർട്ടിന്റെ ഒരു ഭാഗമായിട്ടുണ്ട് ഹാഫ് സെൽ റിയാക്ഷൻ. ഇനി ഇതുപോലെ തന്നെ എന്ത് ചെയ്യണം? റിഡക്ഷൻ എഴുതണം. റിഡക്ഷൻ ഹാഫ് സെൽ എന്ന് പറയുമ്പോൾ നോക്കിയേ, ഇവിടെ നമുക്ക് എന്താണ്? ഇവിടെ സിൽവർ Ag. സിൽവർ ആരായിരിക്കുന്നേ? സിൽവർ അയോൺ ആണ് ഇരിക്കുന്നത്. ആറ്റം ആണെങ്കിൽ ചാർജ് ഇല്ല. ആറ്റം എന്താണ്? ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. ഒരു ആറ്റം ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുമ്പോഴോ സ്വീകരിക്കുമ്പോഴോ ആണ് എന്ത് ചെയ്യുന്നത്? അതിന് പ്ലസോ മൈനസോ ചാർജസ് വരുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ സിൽവർ എന്ത് ചെയ്യും? ഒരു ഇലക്ട്രോണിനെ അങ്ങ് റിസീവ് ചെയ്യും. ഒരു ഇലക്ട്രോണിനെ റിസീവ് ചെയ്തുകൊണ്ട് എന്തായിട്ട് മാറും? Ag ആയിട്ട് അങ്ങ് മാറും. ഇതാണ് എന്തെന്ന് പറയുന്നത്? റിഡക്ഷൻ ഹാഫ് എന്ന് പറയുന്നത്. റിഡക്ഷൻ ഹാഫ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ഒരു കുഴപ്പമുണ്ട്. ഇവിടെ നമ്മുടെ സിങ്ക് വിട്ടുകൊടുത്തത് എത്ര ഇലക്ട്രോണിനെയാ? 2 ഇലക്ട്രോണിനെയാണ്. ആ 2 ഇലക്ട്രോൺ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? ഇതിന്റെ എന്തെഴുതുമ്പോൾ, നെറ്റ് സെല്ല് റിയാക്ഷൻ എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 2 ഇലക്ട്രോണിനെയും കൂടെ ആര് റിസീവ് ചെയ്യണം? നമ്മുടെ സിൽവർ റിസീവ് ചെയ്യണം. സിൽവർ റിസീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ സിൽവറിന്റെ എന്ത് ചെയ്യണം? അതായത് ഈ രണ്ടാമത്തെ ഇക്വേഷന്, ഇത് ഫസ്റ്റിലത്തത് ഓക്സിഡേഷന് ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2. നെറ്റ് സെൽ റിയാക്ഷൻ എഴുതുമ്പോൾ നോക്കിയേ, ഒരു സിൽവറിനാണ് എന്ത് മേടിക്കാൻ പറ്റുന്നത്? ഒരു ഇലക്ട്രോണിനെ മേടിക്കാൻ പറ്റുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2Agക്ക് 2 Ag+ ഉണ്ടെങ്കിൽ ആ 2 Ag+ന് എന്ത് ചെയ്യാം? 2 ഇലക്ട്രോണിനെ റിസീവ് ചെയ്യാം. 2 ഇലക്ട്രോണിനെ റിസീവ് ചെയ്തുകൊണ്ട് എന്തായിട്ട് മാറാം? 2 സിൽവർ ആറ്റമായിട്ട് മാറാം. മനസ്സിലായോ? അതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? റിഡക്ഷൻ ഹാഫ് എന്ന് നമുക്കൊന്ന് റീറൈറ്റ് ചെയ്ത് എഴുതാം. മനസ്സിലായോ മക്കളെ? ഇവിടെ നമ്മുടെ സിൽവർ റിലീസ് ചെയ്യുന്ന സിങ്ക് റിലീസ് ചെയ്യുന്ന എത്രയാണ്? 2 ഇലക്ട്രോണിനെയാണ്. ആ 2 ഇലക്ട്രോണിനെയും ആര് മേടിക്കണം? നമ്മുടെ റിഡക്ഷൻ ഹാഫില് ഈ Ag+ മേടിക്കണം, സിൽവർ അയോൺ മേടിക്കണം. പക്ഷെ നമുക്ക് ഇവിടെ എത്രയേ ഉള്ളൂ? ഒരു സിൽവറേ ഉള്ളൂ. ഒരു സിൽവറിന് ഒരു ഇലക്ട്രോണിനെ മേടിക്കാൻ പറ്റൂ. ഒരു പോസിറ്റീവ് ചാർജ് അല്ലേ ഉള്ളൂ. അപ്പൊ ആ ഒരു പോസിറ്റീവ് ചാർജിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇലക്ട്രോണിനെ മേടിക്കാൻ പറ്റൂ. അപ്പോൾ നമുക്ക് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇക്വേഷനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം?
2 കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലും എന്ത് വേണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. Then 2Ag plus 2 electron gives 2Ag. ഇനി നമുക്ക് നെറ്റ് സെൽ റിയാക്ഷൻ എഴുതി നോക്കാം. നോക്കിയേ, അപ്പൊ നമുക്ക് നെറ്റ് സെൽ റിയാക്ഷൻ എഴുതുന്നതിന് വേണ്ടിയിട്ട് ഈ രണ്ട് ഇക്വേഷനെയും, അതായത് ഈ തേർഡ് ഇക്വേഷനെയും ഫസ്റ്റ് ഇക്വേഷനെയും, ഈ സെക്കൻഡ് ഇക്വേഷന്റെ മോഡിഫൈഡ് ഫോം ആണ് എന്തെന്ന് പറയുന്നത്? തേർഡ് ഇക്വേഷൻ എന്ന് പറയുന്നത്. നോക്കിയേ, ഞാനൊന്ന് എടുത്ത് എഴുതുവാണ്. സിങ്ക് ഗീവ്സ് സിങ്ക് 2 plus 2 ഇലക്ട്രോൺ. ഇനി അടുത്ത നമുക്ക് 2Ag plus 2 ഇലക്ട്രോൺ ഗീവ്സ് എന്ത് കിട്ടും? 2Ag. അപ്പം നെറ്റ് സെൽ റിയാക്ഷൻ എഴുതുന്ന സമയത്ത് ഈ രണ്ട് ഇക്വേഷനെ നമ്മൾ അങ്ങ് ആഡ് ചെയ്യുക. എന്ത് കിട്ടും? സിങ്ക് പ്ലസ് 2Ag plus 2 ഇലക്ട്രോൺ gives zinc 2 plus 2 ഇലക്ട്രോൺ plus 2Ag. നോക്കിയേ മക്കളെ, ഇവിടെ ഇക്വേഷന്റെ, ദാറ്റ് മീൻസ് ഇവിടെ റിയാക്ഷന്റെ ലെഫ്റ്റിലും റൈറ്റിലും ഒരുപോലെ ആരുണ്ട്? 2 ഇലക്ട്രോൺ ഉണ്ട്. ഈ 2 ഇലക്ട്രോണിനെ നമുക്ക് എന്ത് ചെയ്യാം? നെറ്റ് സെൽ റിയാക്ഷൻ എഴുതുമ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അങ്ങനെ നമുക്ക് ഫൈനലി നമുക്ക് എന്ത് കിട്ടും? നെറ്റ് സെൽ റിയാക്ഷൻ സിങ്ക് പ്ലസ് 2Ag plus gives zinc 2 plus 2Ag. അങ്ങനെ നമ്മുടെ ഓക്സിഡേഷൻ ഹാഫും റിഡക്ഷൻ ഹാഫും കൂടെ ചേർത്ത് നമ്മൾ എന്ത് എഴുതി? ഇതാണ് നെറ്റ് സെൽ റിയാക്ഷൻ. ഇത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ 2 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പാണ്. മിക്കവാറും ഇത് 2 മാർക്കിനല്ല ചോദിക്കുന്നത്, ഇതുപോലെ ഒരു സെറ്റായിട്ടാണ് ചോദിക്കുന്നത്. ചിലപ്പോൾ 4 മാർക്കോ അല്ലെങ്കിൽ 6 മാർക്കോ വെച്ചിട്ടായിരിക്കും ഇതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഹാഫ് സെൽ റിയാക്ഷൻ എഴുതാനും നെറ്റ് സെൽ റിയാക്ഷൻ എഴുതാനും എല്ലാവരും പഠിച്ചല്ലോ. ഇനി അങ്ങനാണെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ നോക്കിയേ, ഈ സെല്ലിന്റെ റിയാക്ഷൻ എങ്ങനെ എഴുതാം? നെറ്റ് സെൽ റിയാക്ഷൻ എഴുതണം, ഹാഫ് സെൽ റിയാക്ഷൻ എഴുതണം. അതുപോലെ തന്നെ CRന്റെ ക്രോമിയത്തിന്റെയും ലെഡിന്റെതും ഈ റിയാക്ഷനും എഴുതാം. നിങ്ങൾക്ക് ഇത് മനസ്സിലായെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്തു നോക്കാം. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്കൊന്ന് മെസ്സേജ് ഇടുക, ഇൻബോക്സിൽ മെസ്സേജ് ഇടുക, ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, ബൈ.